ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു മാല മേടിക്കാനാണ്. ഇന്ന് നമ്മുടെ ഫായ്ക്കുൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ഞാൻ മാലയും ചെയിനും വെള്ളിയുടെ നോക്കാൻ വേണ്ടി വന്നതാണ്. എനിക്കൊരു മാലയും ചെയിനും ഇഷ്ടപ്പെട്ട് അവന് പറ്റിയാണ്, നല്ല ഭംഗിയുള്ളവരെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏതാണെന്നൊന്ന് ഗസ് ചെയ്തേക്കണം. പിന്നെ ഞങ്ങൾ അവിടുന്ന് ആ മാലയും ചെയിനും ഒക്കെ എടുത്ത് വെച്ച് അതൊന്ന് കട്ട് ചെയ്യിക്കണമായിരുന്നു, വലുതായിരുന്നു. ഞങ്ങൾ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ്. കേക്ക് ഞാനാണ് ഉണ്ടാക്കിയത് കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാവാ? സിക്കിൾസും പോപ്പും എല്ലാം ഞാൻ ഉണ്ടാക്കിയത്, കപ്പ് കേക്കും. നമുക്കിനി ഇത് കേക്ക് കട്ട് ചെയ്യേണ്ട സമയം. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് കേക്ക് കട്ട് ചെയ്യാൻ പോകും. കുഞ്ഞിൻ്റെ മുഖത്ത് ചിരി കണ്ട, അവന് ഭയങ്കര സന്തോഷമായി. ചിരിയും എല്ലാവരും കൂടെ ആയിട്ടിരിക്കുന്ന പിള്ളേർക്കൊക്കെ, കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ, കേക്ക് കട്ട് ചെയ്യാനും മിഠായി കൊടുക്കാനൊക്കെ എല്ലാ മക്കൾക്കും ഇഷ്ടമാണ്. അതേപോലെ അവനും ഒരുപാട് ഇഷ്ടം, അവൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. പിന്നെ കേക്കെല്ലാം കട്ട് ചെയ്ത് പിന്നെ പക്രു നൗസി അവന് കേക്കൊക്കെ വെച്ച് കൊടുത്ത് അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കലായിരുന്നു. പിന്നെ ഇതേ ഉമ്മിയും പാപ്പയും കൊടുത്ത് കേക്ക്. പിന്നെ ഞങ്ങളുമായിട്ട് ഒന്നും കൂടെ കേക്കെല്ലാം കട്ട് ചെയ്ത് ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കേക്കെല്ലാം കട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളുമായിട്ടൊക്കെ ഫോട്ടോ എല്ലാം എടുത്തിട്ടാണ് ഇരുന്നത്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു, എൻ്റെ പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളുടെ ഇവിടെ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ചായിരുന്നു. ബീഫ് ബിരിയാണി ആയിരുന്നു. ദയ്ക്കാണ് ചെമ്പ് പൊട്ടിച്ചിട്ട് ചെമ്പിൽ നിന്ന് കുറച്ച് ചോറെടുത്ത് കുത്തിയിടുവാണ്. ആദ്യം വെള്ളച്ചോറാണല്ലോ മസാലയായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി കുത്തിയിട്. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ, അടിപൊളി ബിരിയാണി ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പിന്നെ അതേ പക്രു നൗസിയുടെ വകയായിട്ട് അവൻ്റെ കാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് ആയിരുന്നു, നൗസി പോലും പറഞ്ഞില്ല കേട്ടോ. പക്രു കൊണ്ടുവന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഞാനും കുറച്ച് മുമ്പാണ്, ഞങ്ങൾ ആരും അറിഞ്ഞില്ലായിരുന്നു. പക്രു അവന് വേണ്ടി മേടിച്ച് വെച്ചായിരുന്നു. അവൻ അത് കണ്ടപ്പോൾ ഒന്നും കൂടെ ഹാപ്പിയായി. അവൻ അതിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ലായിരുന്നു. എന്തായാലും ബർത്ത്ഡേ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്ന്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.